കാത്തരുളുമാ തൃപ്പദങ്ങൾ തൊട്ടു വീണ്ടും കണ്ണിൽ വച്ചു കണ്ണുനീരോടിത തോഴുന്നേൻ. വെട്ടി വെട്ടി വിറ്റൊടുക്കി കറുത്ത മഞ്ഞലോഹത്തിൻ തുട്ടുകളാക്കിലും കൃപാധാര പെയ്യോനേ. സൃഷ്ടിയുടെ തത്വം ആരാണ് സത്യമായി അറിയുന്നത്? ഇന്നും ഭൗതികശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും സൃഷ്ടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വെളിവായിട്ടില്ല. സൃഷ്ടി പ്രകൃതിയുടെ സ്വഭാവമാണ് എന്നേ പറയാനാവൂ, അഥവാ പ്രപഞ്ച പ്രകൃതിയാണ്. വെള്ളത്തിലാണ് സൃഷ്ടിയുടെ ആദ്യങ്കുരം പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഭാരതീയ ചിന്ത വിശ്വസിക്കുന്നു. പ്രകൃതിയും പ്രകൃതി സംരക്ഷണവും ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ജൈവ വൈവിധ്യത്തിന്റെ നാശം നമ്മളെ വളരെ ഭയാനകമായി നേരിടുകയാണ്. അതിനുള്ള ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് വനനശീകരണം തന്നെയാണ്. പ്രാണികുലത്തിനും മുമ്പുണ്ടായ വൃക്ഷലതാദികളെ പൂജിച്ച് വനദേവതകളെ പ്രസാദിപ്പിച്ച് കാനനപ്രവേശം അനുവദിച്ചിട്ടുള്ളൂ. നാമയജ്ഞമായാലും കർമ്മയജ്ഞമായാലും പൂണൂൽ ധരിക്കണം എന്നാണ് വൈദിക വിധി. Because of deforestation, the global warming is likely to increase further. പ്രകൃതിയുടെ കനിഷ്ഠ ശിശുവായ മനുഷ്യൻ ജ്യേഷ്ഠവർഗത്തെ മുഴുവനും നശിപ്പിച്ച് ലോകം തരിശാക്കുന്ന കാഴ്ചയാണ് നിത്യം അരങ്ങേറുന്നത്. സാമൂഹ്യ പുരോഗതിക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം വനസംരക്ഷണത്തിനും നൽകി വനത്തെ നശിപ്പിക്കാതിരിക്കുക. ശുദ്ധമായ വായുവിന് വേണ്ടിയിട്ട്, ശുദ്ധമായ വെള്ളത്തിന് വേണ്ടിയിട്ട്, ശുദ്ധമായിട്ടുള്ള മണ്ണിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ മരങ്ങളെ സ്നേഹിക്കുക, മരങ്ങളെ സംരക്ഷിക്കുക, അവന്റെ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് ശ്രമം നടത്തുക. അമ്മയെ കാത്തരുളും ആ തൃപ്പദങ്ങൾ തൊട്ടു വീണ്ടും കണ്ണിൽ